യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും പ്രാർത്ഥനയോടെ ഈ ദിവസം കാണുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഈ ശുശ്രൂഷയിലൂടെ അനേകരുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്നു. അനേകർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അനേകർ വചനം എഴുതുന്നു, പ്രാർത്ഥിക്കുന്നു, സ്വീകരിക്കുന്നു. ദൈവവചനത്തിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ഒരാൾ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്. ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടത്? ഇത്ര വലിയൊരു അനുഗ്രഹം നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, രാവിലെ പ്രാർത്ഥിക്കുന്ന ഒരു രീതിയോ പതിവോ ഒന്നും എനിക്കില്ലായിരുന്നു. എനിക്കിപ്പോൾ രാവിലെ ഒരു പ്രാർത്ഥനയുണ്ട്. ഞാൻ എല്ലാ ദിവസവും ഡെയിലി ബ്ലെസ്സിങ് കേൾക്കും. ആ പറയുന്ന വചനം ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതി വയ്ക്കും. എന്നിട്ട് പല പ്രാവശ്യം ഞാനത് പറയും. ഒരു 3-4 പ്രാവശ്യം ഞാനത് പറഞ്ഞ് പ്രാർത്ഥിക്കും. അതിനുശേഷം ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇറങ്ങും. ഞാൻ ഓർക്കുമ്പോഴും സമയം കിട്ടുമ്പോഴെല്ലാം ഈ വചനം ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ നിയോഗത്തോട് ചേർത്ത് വയ്ക്കും. അതെനിക്ക് ഒത്തിരി വിടുതലായി. അതെൻ്റെ ലൈഫിനെ മാറ്റി, എൻ്റെ ജീവിതത്തെ മാറ്റി. എൻ്റെ നഷ്ടപ്പെട്ട കുടുംബം എനിക്ക് തിരിച്ചു കിട്ടി. എൻ്റെ മക്കളുടെ കാര്യം എനിക്ക് അനുഗ്രഹമാക്കാൻ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. നല്ല വാക്കുകൾ അദ്ദേഹം പറയുന്നു. അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥന ആ വ്യക്തിയുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായെന്ന്. ഇതൊരാളുടെ ഒറ്റപ്പെട്ട സാക്ഷ്യമല്ലെന്ന് എനിക്കറിയാം. അത് നിങ്ങളുടെയും സാക്ഷ്യത്തിന് കാരണമാകും. നിങ്ങൾക്കും കാണും ഒരു സാക്ഷ്യമെങ്കിലും പറയാൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് കേൾക്കുന്ന വചനം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാമത്തെ വാക്യം. യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. അവന് സാധാരണ പ്രകാശമുണ്ടായിരിക്കുമെന്നല്ല, അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കുമെന്ന്. ജീവൻ്റെ പ്രകാശം അത് സാധാരണ പ്രകാശമല്ല, അത് ദൈവം നൽകുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ വെളിച്ചമാണ്. ജീവൻ്റെ വെളിച്ചം, ജീവൻ്റെ വെട്ടം, ജീവൻ്റെ പ്രകാശം നിനക്കുണ്ടായിരിക്കും. നിൻ്റെ കുടുംബത്തിൽ ഈ ജീവൻ്റെ പ്രകാശമുണ്ട്. കാരണം യേശു, ദൈവത്തെ അനുഗമിക്കുന്നവർ, ദൈവവചനം കേൾക്കുന്നവർ, പ്രാർത്ഥിക്കുന്ന നിൻ്റെ കുടുംബത്തിൽ ജീവൻ്റെ പ്രകാശം ഉണ്ടാവും. പ്രാർത്ഥിക്കുന്ന നിൻ്റെ മക്കളിൽ, ദൈവവചനം കേൾക്കുന്ന നിൻ്റെ കുഞ്ഞുങ്ങളിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ, ആരോഗ്യത്തിൽ വെളിച്ചമുണ്ടാകുന്നല്ല, ജീവൻ്റെ വെളിച്ചമുണ്ടാവും. എല്ലാവരും ആ വാക്കൊക്കെ ഒന്ന് പറഞ്ഞ്, ജീവൻ്റെ വെളിച്ചം, ജീവൻ്റെ പ്രകാശം, ജീവൻ്റെ പ്രകാശം. ഹല്ലേലൂയ. ഞാനിങ്ങനെ ഓർക്കുന്നു, പ്രകാശം അത് ഇരുട്ടിനെ മാറ്റുന്ന ഒന്നാണ്. ഇരുട്ടിനെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഇരുട്ടെത്ര ശക്തനാണെങ്കിലും വെളിച്ചം വരുമ്പോൾ ഇരുട്ടിന് പോയേ പറ്റൂ, മാറിക്കൊടുത്തേ പറ്റൂ, പോയേ പറ്റൂ. അവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഇതുപോലെ ഈ വചന വെളിച്ചം, ദൈവത്തിൻ്റെ വെളിച്ചം, ജീവൻ്റെ വെളിച്ചം നീ കേൾക്കുമ്പോൾ നിന്നിലുള്ള പ്രതിസന്ധിക്ക് മാറിയേ പറ്റൂ. നിന്നിലുള്ള ബന്ധനങ്ങൾ അഴിഞ്ഞേ പറ്റൂ. വേറൊരു ഓപ്ഷൻ ഇല്ല. വെളിച്ചം വരുന്നിടത്ത് ഇരുട്ട് അപ്രത്യക്ഷമായിരിക്കും. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, ഒരുപാട് പേർ പലവിധ കാരണങ്ങളാൽ ഇരുട്ടിലാണ്. ഞാൻ ചോദിക്കട്ടെ, ഏത് കാരണമാണ്, എന്തു വിഷയമാണ്, എന്ത് കാരണമാണ് നിങ്ങളെ ഇരുട്ടാക്കുന്നത്? ഇരുട്ടിന് ഒത്തിരി പ്രത്യേകതയുണ്ട്. ഇരുട്ടിൻ്റെ പ്രത്യേകത ഒന്നും കാണാൻ പറ്റിയല്ല, ഒന്നും കാണാൻ പറ്റിയല്ല. ഇരുട്ടിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇരുട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പീഡിൽ പോകാൻ പറ്റൂല, തപ്പി തടയണം, പതുക്കെ പതുക്കെ പറ്റുള്ളൂ എല്ലാം, എന്തു കാര്യമായാലും. ഇരുട്ടിൻ്റെ മറ്റൊരു പ്രത്യേകത, ഒന്നും വ്യക്തമല്ല, തട്ടി വീഴാൻ സാധ്യതയുണ്ട്, കാല് പോകാൻ, കൈ പോകാൻ, വീഴാൻ ഒക്കെ സാധ്യതയുണ്ട്. ആരോഗ്യ ആരോഗ്യത്തിന് വരെ ക്ഷീണം ഉണ്ടാകും. നമ്മൾ നടന്നു പോകുമ്പോൾ ഒന്ന് വീണാൽ മതി, അല്ലെ ഒന്ന് തട്ടിയാൽ മതി, അപകടമുണ്ടാകും, അപകടക്കെണികളുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരുപാട് പേർ ജീവിതത്തിൽ ഇരുട്ടിലാണ്. നിങ്ങളുടെ ജീവിതത്തെ ഇരുട്ടിലേക്ക് തള്ളിത്താഴ്ത്തുന്നത് എന്താണ്?
ഏത് പ്രശ്നമാണ് നിങ്ങളുടെ സന്തോഷത്തെ കളയുന്നത്? ഏത് കാര്യമാണ് നിങ്ങളുടെ സമാധാനത്തെ കളയുന്നത്? അതാണ് നിങ്ങളുടെ ഇരുട്ട്. എന്ത് കാര്യമാണ്? ചിലർ പറയും സാമ്പത്തികമാണ്, ചിലർ പറയും മക്കളാ, ജീവിത പങ്കാളിയാ, ഇന്ന സ്വഭാവമാ, ഇന്ന രീതിയാ, ഇന്ന വഴക്കാ, ഇന്ന ശത്രുതയാ, ഇന്ന അകൽച്ചയാ, ജോലിയില്ലാത്ത അവസ്ഥയാ, മക്കളില്ലാത്ത അവസ്ഥയാണ്, അല്ലെങ്കിൽ രോഗം, പല കാരണങ്ങൾ പറഞ്ഞു. അതാണോ നിങ്ങളെ ജീവിതത്തെ സന്തോഷം കളയുന്നത്, സമാധാനം കളയുന്നത്, ഇരുട്ടിലാക്കുന്നത്? ഇന്ന് കേൾക്കുന്ന വചനം ആ ഇരുട്ടിനെ കളയും. ഇന്ന് കേൾക്കുന്ന വചനം ആ ഇരുട്ടിനെ ഓടിക്കും. ഇന്ന് കേൾക്കുന്ന വചനം ആ ഇരുട്ടിനെ പൊളിച്ചു കളയും. എന്നിട്ട് അവിടെ പ്രകാശിപ്പിക്കും. നോർമൽ വെളിച്ചമല്ല, ദൈവവചനത്തിൻ്റെ ജീവൻ്റെ വെളിച്ചം അത് നിന്നിൽ വരും. ഈ വചനം കേൾക്കുന്ന ലക്ഷക്കണക്കിന് വ്യക്തികളിൽ, കുടുംബങ്ങളിൽ ജീവൻ്റെ വെളിച്ചം ഉണ്ടാകട്ടെ. നിങ്ങളുടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളിൽ, പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, വിദേശത്തുള്ളവർ, ഈ വചനം കേൾക്കാൻ പറയുന്നതിൻ്റെ കാരണം അതാ. അത് ജീവൻ്റെ വെളിച്ചമാണ്. അത് ജീവൻ്റെ വെളിച്ചമാണ്. അതിൻ്റെ കുടുംബത്തിൻ്റെ വെളിച്ചമാണ്. അത് ഇരുട്ടാക്കുന്നതല്ല, അത് ഇരുട്ടിലേക്ക് കൊണ്ട് തള്ളിവിടുന്നതല്ല, അത് പ്രകാശിപ്പിക്കുന്നതാണ്. അത് അനുഗ്രഹമുള്ളതാക്കുന്നതാണ്. അത് നന്മയുള്ളതാക്കുന്നതാണ്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാമോ? ഏതൊക്കെയോ വിഷയത്തിൽ ജീവിതം തപ്പിത്തടയുന്നവരും സങ്കടമുള്ളവരും സമാധാനം നഷ്ടപ്പെട്ടവരുമുണ്ട്. കർത്താവേ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുമ്പോൾ എനിക്ക് നല്ല ഉറപ്പോടെ പ്രാർത്ഥിക്കാൻ കഴിയും. ഈ വചനം നിങ്ങളുടെ ജീവിതത്തെ കുറച്ചുകൂടെ ഇരുട്ടാക്കുകയല്ല, കുറച്ചുകൂടെ വെളിച്ചമുള്ളതാക്കുകയാണ്. കുറച്ചുകൂടെ നിങ്ങളുടെ ജീവിതം പ്രകാശിക്കാൻ തുടങ്ങുകയാണ്. എവിടെയൊക്കെയോ ജീവൻ്റെ വെളിച്ചം നിങ്ങളുടെ അകത്ത് വെളിപ്പെടാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവർ, നിങ്ങളിതിനെ വിമർശിച്ചും ഇതിനെ വിലയില്ലാതെയും കാണരുത്. ഇത് നിങ്ങൾക്ക് നൽകുന്നത് ജീവൻ്റെ വെളിച്ചമാണ്. അവർ ഒരിക്കലും പിന്നീട് അന്ധകാരത്തിൽ നടക്കത്തില്ലെന്നാണ് ബൈബിൾ പറഞ്ഞത്. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു തകർച്ചയിലേക്ക് നടക്കത്തില്ല. കാരണം നിങ്ങൾ ജീവൻ്റെ വെളിച്ചത്തിലാണ്. നിങ്ങളുടെ ജീവിത പങ്കാളി, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ സാമ്പത്തികം, നിങ്ങളുടെ പ്രതീക്ഷകൾ ജീവൻ്റെ വെളിച്ചത്തിലേക്ക് വരാൻ തുടങ്ങുന്നു. ജീവൻ്റെ വെളിച്ചം നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങുന്നു. ജീവൻ്റെ വെളിച്ചം നിങ്ങൾ തൊടാൻ തുടങ്ങുന്നു. ഇരുട്ടിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ബന്ധനങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. തടസ്സങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ആ പൈശാചിക ശക്തികൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പോയേ പറ്റൂ. കാരണം ജീവൻ്റെ വെളിച്ചം വരാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് വചനം കേൾക്കുന്ന ഓരോരുത്തരും ജീവൻ്റെ വെളിച്ചം ഉണ്ടാകട്ടെ. ജീവൻ്റെ വെളിച്ചമുണ്ടാകട്ടെ. പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് വേണ്ടി. ഈ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹമാണ്. നല്ലൊരു ഞായറാഴ്ച നിങ്ങൾക്ക് ആശംസിക്കുന്നു. നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് കേട്ട വചനത്തിലൂടെ ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് തരണമേ. ഈ വചനം അയച്ചു കൊടുക്കുന്നവർക്ക് ഈ വെളിച്ചം ഉണ്ടാകട്ടെ. ഈ വചനം സ്വീകരിക്കുന്നവർക്ക് ഈ വെളിച്ചമുണ്ടാകട്ടെ. ഈ വചനം വിശ്വസിക്കുന്നവർക്ക് ഈ വെളിച്ചമുണ്ടാകട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ദൈവം നൽകുന്ന അനുഗ്രഹത്തിലുള്ള ഉയർച്ചയും നല്ല ഭാവിയും ജീവിതവും സ്വർഗത്തിലെ ദൈവം അറിഞ്ഞു നിങ്ങൾക്ക് നൽകട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ, സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ. സകല പൈശാചിക ബന്ധനങ്ങളും മാറിപ്പോകട്ടെ, സകല തടസ്സങ്ങളും മാറിപ്പോകട്ടെ. ജീവൻ്റെ വെളിച്ചമുണ്ടാകട്ടെ. നിങ്ങളിൽ ജീവൻ്റെ വെളിച്ചം നിങ്ങളിൽ ഉണ്ടാകും. നിങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ആശീർവദിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി നിങ്ങളെ സഹായിക്കും. ഈ വചനം അയച്ചു കൊടുക്കാൻ മടിക്കരുത്. ഇത് അനേകർക്ക് അനുഗ്രഹമാണ്. അതോടൊപ്പം നിങ്ങൾക്കും ഇത് അനുഗ്രഹമാണ്. നാളെയും 5:30 ഒരുമിച്ച് നമുക്ക് കാണാം. സ്വർഗത്തിലെ ദൈവം അതിനുള്ള വലിയ ഭാഗ്യം നമുക്ക് തരട്ടെ. നല്ലൊരു ഞായറാഴ്ച നിങ്ങൾക്ക് ആശംസിക്കുന്നു. ആമേൻ.